എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണല്ലേ. അവരുടെ ഓരോരോ വളർച്ചയും ഓരോ ഉയർച്ചയും നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്നത് നമ്മൾ തന്നെയാണ്. അവരുടെ എല്ലാ വിധത്തിലുള്ള നന്മകളുമാണ് നമ്മുടെ ആഗ്രഹം അല്ലേ. അവരേറ്റവും നല്ല കുട്ടികളായിരിക്കണം, ഏറ്റവും നല്ല നിലയിൽ അവർ ജീവിക്കണം, നന്മയോടുകൂടിയുള്ള മക്കളായിരിക്കണം, നല്ല സ്വഭാവം, നല്ല ബുദ്ധി, നേർവഴിക്ക് നടക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികൾ അങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഓരോ മാതാപിതാക്കളും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അവർക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കൂ. ഈ ഒരു നാമം ജപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ അധികമായിട്ടാണ് അതിൻ്റെ ഫലം ഉണ്ടാവുന്നത്. മാത്രമല്ല, ഇത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, കുട്ടികളും നമ്മളോടൊപ്പം ഇത് ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭാഗ്യങ്ങളുണ്ടാവും, ഏറ്റവും നല്ല ഒരു ജീവിതം അവർക്കുണ്ടാവും. കാരണം നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ നല്ല ജീവിതം ആക്കി മാറ്റുന്നത്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ, അവരുടെ അച്ഛനമ്മമാരൊക്കെ ചെയ്ത പുണ്യമാണ് നമുക്ക് കിട്ടുന്ന നല്ല സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും സ്വയം പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, നമ്മുടെ മക്കളെയും പഠിപ്പിക്കുക. ഇതങ്ങനെ തുടർന്ന് പോയാൽ മാത്രമേ വരുന്ന ഓരോ തലമുറയും നല്ല നല്ല ആൾക്കാരായിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും നാമം ഇതാണ്: ദാമോദരായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ദാമോദരായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഈ നാമം ദിവസേന ജപിച്ചോളൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. അവരേറ്റവും നല്ല മക്കളായിട്ട് വളരും. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളല്ലാണ്ട് വേറെ ആരാണ് പ്രാർത്ഥിക്കുക? അപ്പോൾ അത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാമം ജപിച്ച് ഭഗവാനെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ച് പ്രാർത്ഥിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. അവരൊരിക്കലും തെറ്റായ മാർഗത്തിൽ പോവില്ല. നല്ല മക്കളായിട്ട് അവർ വളരുക തന്നെ ചെയ്യും. എല്ലാ കുട്ടികൾക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.